ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് സമ്പത്തിന്റെയും സംതൃപ്തിയുടെയും രഹസ്യമാണ്. പണം മാത്രം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷം ലഭിക്കില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എത്ര പണം സമ്പാദിച്ചാലും, ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ കുന്നുകൂടിയാലും, എത്ര ആഡംബരങ്ങൾ സ്വന്തമാക്കിയാലും എന്തോ ഒന്നിന്റെ കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇത് ഒരു കഠിനമായ സത്യമാണ്. പല വിജയശ്രീലാളിതരായ ആളുകളും വളരെ വൈകിയാണ് ഈ തിരിച്ചറിവിലേക്ക് എത്തുന്നത്. അവർ സാമ്പത്തിക വിജയം നേടുന്നു, പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത, എന്തോ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു തോന്നൽ അവരെ വേട്ടയാടുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ സംഖ്യകളെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങളുടെ ചിന്താഗതി എങ്ങനെ രൂപപ്പെടുത്തുന്നു, നിങ്ങൾ പിന്തുടരുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. യഥാർത്ഥ വിജയം കണ്ടെത്തുന്നവരും അടുത്ത ശമ്പളത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം വെറും ഭാഗ്യമല്ല. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. സാധാരണ സാമ്പത്തിക പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് പഠിപ്പിക്കുന്നതിനു പകരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു തത്വചിന്തയുണ്ട്. സാമ്പത്തികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും സമ്പന്നമായൊരു ജീവിതം. കാരണം പണം എന്നത് സമവാക്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ശരിയായ മനോഭാവവും ലക്ഷ്യവുമില്ലാതെ കോടികൾ കയ്യിലുണ്ടായിട്ടും ജീവിതം ശൂന്യമായി തോന്നാം. യഥാർത്ഥ സമ്പത്തിന്റെ 3 പ്രധാന തൂണുകൾ. സാമ്പത്തിക വിജയത്തിന്റെയും വ്യക്തിപരമായ സംതൃപ്തിയുടെയും അടിത്തറയിൽ 3 പ്രധാന തത്വങ്ങളുണ്ട്. ഒന്നാമതായി, ലക്ഷ്യത്തിന്റെ വ്യക്തത. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ അത് എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാനാകുമോ? മിക്ക ആളുകളും ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞുതിരിയുന്നു, പണത്തിന് പിന്നാലെ പോകുന്നു. അവർ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ ഒരു നിശ്ചിത ലക്ഷ്യമില്ലാതെ. എന്നാൽ ഏറ്റവും ധനികരും സംതൃപ്തരുമായ വ്യക്തികൾ അവരുടെ സാമ്പത്തിക ഭാവിക്കും ജീവിത ലക്ഷ്യങ്ങൾക്കും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു. അവർ പണത്തിനു വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്, അവർ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. രണ്ടാമതായി, വിശ്വാസവും പ്രവർത്തനവും എന്നതാണ്. വിജയം വെറുതെ ആഗ്രഹിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നല്ല. സമ്പത്ത് നേടാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുകയും അതിനായി ബോധപൂർവവും സ്ഥിരവുമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത് വെറും ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഒരു മനോഭാവം കൂടി വളർത്തിയെടുക്കേണ്ടതുണ്ട്. സമ്പത്ത് ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, പക്ഷേ ആ ലക്ഷ്യത്തിൽ വിശ്വസിച്ച് ഓരോ ദിവസവും അതിനായി പ്രവർത്തിക്കുന്നവർക്ക് ഒടുവിൽ അതിന്റെ ഫലം കാണാൻ സാധിക്കും. മൂന്നാമതായി, തന്ത്രപരമായ ബന്ധങ്ങൾ. ആർക്കും ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ ഉയർത്തുകയോ പിന്നോട്ട് വലിക്കുകയോ ചെയ്യും. ഏറ്റവും ധനികരായ ആളുകളുടെ കയ്യിൽ പണം മാത്രമല്ല ഉള്ളത്, അവരെ വളരാൻ സഹായിക്കുന്ന നെറ്റ്വർക്കുകളും ഉപദേശകരും സമാന ചിന്താഗതിക്കാരായ ആളുകളുമുണ്ട്. നിങ്ങളുടെ വിജയം വേഗത്തിലാക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ഇതിനകം എത്തിയ ആളുകളെ കണ്ടെത്തുക, അവരിൽ നിന്ന് പഠിക്കുക, അവരുമായി സഹകരിക്കുക, നിങ്ങൾക്ക് വാതിലുകൾ തുറക്കാൻ സഹായിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുക. സമ്പത്തിനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പണത്തിനപ്പുറം മറഞ്ഞിരിക്കുന്ന 12 സമ്പത്തുകൾ. ഇനി നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാം. സമ്പത്ത് എന്നത് സാമ്പത്തിക വിജയം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെയും വികാരങ്ങളെയും വിധിയെയും നിയന്ത്രിക്കുന്ന ഒന്നുകൂടിയാണത്. അതുകൊണ്ടാണ് യഥാർത്ഥ വിജയം പണത്തിന് മാത്രം വാങ്ങാൻ കഴിയാത്ത 12 മറഞ്ഞിരിക്കുന്ന സമ്പത്തുകളിൽ നിന്ന് വരുന്നത്. 1. വിജയിക്കുന്ന ഒരു മനോഭാവം. സമ്പന്നരായ ആളുകൾ പ്രശ്നങ്ങളിലല്ല, പരിഹാരങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർ തിരിച്ചടികളെ പാഠങ്ങളായി കാണുകയും വളരാൻ അവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. 2. നല്ല ആരോഗ്യം. ആസ്വദിക്കാൻ കഴിയാത്തത്ര അസുഖമുണ്ടെങ്കിൽ പണത്തിന് എന്തർത്ഥമാണുള്ളത്? യഥാർത്ഥ സമ്പത്തിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുന്നത് ഉൾപ്പെടുന്നു. 3. ശക്തമായ ബന്ധങ്ങൾ. നിങ്ങളുടെ വ്യക്തിജീവിതം തകർന്നാൽ സാമ്പത്തിക വിജയം അർത്ഥശൂന്യമാണ്. അർത്ഥവത്തായ ബന്ധങ്ങൾ ഒരു സംതൃപ്തമായ ജീവിതം സൃഷ്ടിക്കുന്നു. 4. ഭയത്തിൽ നിന്നുള്ള മോചനം. ഭയമാണ് മിക്ക ആളുകളെയും പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങൾ കണക്കുകൂട്ടിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ തുറക്കുന്നു. 5. വളർച്ചയും ലക്ഷ്യവും. പണത്തിനപ്പുറം ഒരു ലക്ഷ്യമില്ലാതെ ജീവിതം ശൂന്യമായി തോന്നാം. വളർച്ചയും സംഭാവനയും വിജയത്തെ മൂല്യവത്താക്കുന്നു. 6. പ്രക്രിയയിൽ അഥവാ പ്രവർത്തനത്തിൽ വിശ്വസിക്കുക. വിജയിക്കുന്നവർ അവരുടെ ശ്രമങ്ങൾ ഫലം കാണുമെന്ന് വിശ്വസിക്കുന്നു, ഉടനടി ഫലങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും. 7. ഔദാര്യം. യഥാർത്ഥ സമ്പത്ത് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ എന്ത് നൽകുന്നു, മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളതാണ്. 8. അഭിനിവേശത്തോടെയുള്ള ജോലി. ഏറ്റവും ധനികരായ ആളുകൾ അവർ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. മൂല്യം സൃഷ്ടിക്കുന്നതിന് അവർ കഴിവുകൾ, അഭിനിവേശം, സേവനം എന്നിവ സംയോജിപ്പിക്കുന്നു. 9. തുറന്ന മനസ്സ്. വിജയത്തിന് പൊരുത്തപ്പെടൽ ആവശ്യമാണ്. ലോകം മാറുന്നു, നിങ്ങളുടെ തന്ത്രങ്ങളും അങ്ങനെയായിരിക്കണം. 10. സ്വയം അച്ചടക്കം. സമ്പത്ത് പണം സമ്പാദിക്കുക മാത്രമല്ല, അത് നിലനിർത്തുക എന്നതാണ്. സ്ഥിരതയും അച്ചടക്കവും ദീർഘകാല വിജയം കെട്ടിപ്പടുക്കുന്നു.
11 വൈകാരിക ബുദ്ധി, ആളുകളെ മനസ്സിലാക്കാനും അവരുമായി ബന്ധപ്പെടാനുമുള്ള കഴിവ് ബിസിനസ്സിലും ജീവിതത്തിലും നേട്ടങ്ങൾ നൽകുന്ന ഒരു കഴിവാണ്. 12 സാമ്പത്തിക സ്വാതന്ത്ര്യം, സമ്പത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആഡംബരം മാത്രമല്ല, നിങ്ങളുടെ നിബന്ധനകൾക്കനുസരിച്ച് ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം, ഈ അറിവ് എങ്ങനെ സ്വീകരിച്ച് യഥാർത്ഥ വിജയമാക്കി മാറ്റാം? നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. പണത്തെ മാത്രം പിന്തുടരുന്നത് നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമ്പത്ത് സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം കെട്ടിപ്പടുക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്ന ദൈനംദിന ശീലങ്ങൾ വളർത്തിയെടുക്കുക. വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക, അതിനായി പ്രവർത്തിക്കുക, ശരിയായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. നിങ്ങളുടെ ചിന്തകൾ താഴെ നൽകിയിരിക്കുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പണം ഒരു ഉപകരണമാണ്, ലക്ഷ്യമല്ല. നിങ്ങൾ പണത്തെ മാത്രം പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ സമ്പന്നരാകാം, പക്ഷേ നിങ്ങൾ ദുരിതത്തിലാകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ശരിയായ രീതിയിൽ സമ്പത്ത് കെട്ടിപ്പടുക്കുകയാണെങ്കിൽ, ലക്ഷ്യബോധത്തോടെ, അച്ചടക്കത്തോടെ, ശരിയായ മനോഭാവത്തോടെ, നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ മാത്രമല്ല, അർത്ഥപൂർണവും സംതൃപ്തിയും യഥാർത്ഥ വിജയവുമുള്ള ഒരു ജീവിതം സൃഷ്ടിക്കാനും സാധിക്കും. സാമ്പത്തിക സമ്പത്ത് കെട്ടിപ്പടുക്കുന്ന അതേ തത്വങ്ങൾ തന്നെയാണ് സമ്പന്നവും സംതൃപ്തവുമായ ജീവിതം സൃഷ്ടിക്കുന്നത്. അവയിൽ പ്രാവീണ്യം നേടുക നിങ്ങൾ സമ്പന്നനാകുക മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ധന്യനാകുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.